പൈസ കൊടുക്കണ്ട, വാങ്ങിച്ചു കൊടുക്കണ്ട. ഓ, പലതരം ഡ്രസ്സ്, മാലകൾ, വളകൾ, എന്ത് വേണ്ടെന്നുണ്ടെങ്കിലും ഫർദൻ്റെ എല്ലാം വീഡിയോ ഞാൻ എടുത്ത 50 റുപ്യ. അർമിനാൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ മേലെ കയറണം നമ്മൾ. അതിൻ്റെ മേലെ കയറിയിട്ട് കിടിലും അധിക സ്ഥലത്ത് കാണാത്ത സാധനങ്ങളല്ലേ, ഒരുപാട് നാണയങ്ങൾ. ഇത് വണ്ടർഫുൾ സാധനം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ചാർമിനാറിലാണ്. ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ചാർമിനാർ. അപ്പം നമ്മൾ ഇന്നുള്ളത് ഹൈദരാബാദി ചാർമിനാറിലാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഫുഡ് എക്സ്പ്ലോറിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നിന്നായിരിക്കില്ലേ, ചാർമിനാറിലായിരിക്കും. ചാർമിനാറിൽ നമ്മൾ ഇതിന് മുമ്പ് വന്നിന്, ഒരു 6 മാസം മുമ്പ് വന്നിന്. വണ്ടി ഇങ്ങോട്ട് 6 മാസം മുമ്പ് വന്നിന്. അന്നേരം അന്നത്തേക്കാളൊരു ഒരു വെറൈറ്റി ഫീലിംഗ് ഇപ്പം കിട്ടുന്നുണ്ട് കേട്ടോ. ഒരുപാട് സാധനങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഒരുപാട് ഐറ്റംസ്. ഏതാ മയിൽപ്പീലി വരെ ഉണ്ട്. ഒരുപാട് കടകളുണ്ട് കേട്ടോ ഇതിൻ്റെ മുന്നിൽ. ചാർമിനാറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ മേലെ കയറണം നമ്മൾ. അതിൻ്റെ മേലെ കയറിയിട്ട് കിടിലം വ്യൂ കിട്ടും. നല്ല കുന്തിരിക്കുന്ന സ്മെല്ലും ബാഡ് സ്മെല്ലെല്ലാം മിക്സ് ആയിട്ട് നല്ല രസമുണ്ട്. ഇതല്ലെങ്കിൽ കവർ വന്നാലോ, അതിന് മുകളിൽ കയറി അത് കയറാം. ഈവനിങ് കയറി, ഇപ്പം കയറണ്ട, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കയറാം. നമുക്ക് ഇതെല്ലാം കവർ ചെയ്യണം. ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് വരാം. വാച്ച്, ഡ്രസ്സ്, ഒരുപാട് സംഭവമുണ്ട്. ഇവിടെ കിട്ടാത്ത ചാത്തൻസ് ഇല്ലയെന്നാണ് പറഞ്ഞത്. പൊളി മച്ചാപ്പൊളി. അവിടെയൊക്കെ എനക്കൊന്ന് ഓപ്പൺ ആകുന്നുള്ളൂ കേട്ടോ ഈ ഭാഗമെല്ലാം. ചടകമാണ്. നുജുബ ഇനി അടുത്തൊക്കെ പോന്നേ? ലേഡീസിൻ്റെ ഒരുപാട് CCTV. അത് അങ്ങനെ കുറച്ചിൽ ഏടാ CCTV അങ്ങനെ ഒരു കുറച്ചിൽ. ബാഗ്, ഫ്ലവേഴ്സ്, ഫ്രണ്ടിലോട്ടാ അല്ലേ? ചെറിയ പീടികയിൽ വരെ ക്യാമറ ഉണ്ട് അല്ലേ? ഇതാണ് ചാർമിനാറിന്റെ ഗേറ്റ് അല്ലേ? ഓ, കുറേ നാണയമുണ്ടല്ലോ അല്ലേ? ഇതെല്ലാം നമ്മളെ അധിക സ്ഥലത്ത് കാണാത്ത സാധനങ്ങളല്ലേ, ഒരുപാട് നാണയങ്ങൾ. ഇത് വണ്ടർഫുൾ സാധനം കേട്ടോ. കീ ചെയിന്. വാവ്, പൊളി. ഇതെന്നാ ഹൈദരാബാദിൻ്റെ അല്ലേ? നിജും അവിടെ ലേഡീസിനെയും കൂടി ഓളെല്ലാം കൂട്ടി വന്നിട്ട് സീനായിരിക്കും. എനിക്ക് ഓളില്ല. അതില്ല, അങ്ങനെ ആട്ടെ. ഇല്ല, ഓളും ആണോ ഇപ്പം അല്ല, പിന്നെ ഇവനെ പ്രേമിക്കുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഇവനെ ബന്ധപ്പെടും. ആ പോട്ടെ, സാരല്ല. എയർപോർട്ടാണോ? നെയ്യേ? ഓക്കെ. വാച്ചും കുറേ സാധനം ഉണ്ടല്ലോ, ഒരുപാട് സാധനം ഉണ്ടല്ലോ. എന്തെനിക്ക് വേണ്ടിയേ? ഇപ്പം വേണ്ട. ഗേൾ ഫ്രണ്ട് വിസിറ്റ് എൻ്റെ ഓൾ കേക്കണ്ട. മച്ചു ഇനി പറയുന്നെടുക്കുക. അച്ഛാ, എന്തെന്നത് അങ്ങനെ ചരട്
ഓളെ വെച്ചാലോ പെർഫ്യൂംസ്. എന്തിനത് ലേഡീസാ? നമുക്ക് നോക്കാം, മാർക്കറ്റ് ഒന്ന് ചുറ്റി കണ്ടാലട്ടെ. ഇപ്പം തന്നെ ഫുൾ ഓണല്ലേ ഇവിടെ? മാർക്കറ്റ് ഫുൾ ഓണാ. അതന്നെ ഇപ്പം തന്നെ ഇങ്ങനെ ആണെങ്കിലല്ലേ. നമ്മളെ നാട്ടിൽ ബത്തൊക്കെ നല്ല രസമുണ്ടല്ലേ, നല്ല വൃത്തിയിൽ കട്ട് ചെയ്ത് വെച്ചു, അടിപൊളി. ആണെങ്കിൽ വാങ്ങിച്ചു വെച്ചോ, നോമ്പ് തുറക്കുമ്പോൾ തിന്നാ. ഒരുപാട് വാച്ച്, ലേഡീസിന് പറ്റിയ ഒരുപാട് സംഭവങ്ങളുണ്ട് അല്ലേ? ലേഡീസിൻ്റെ മാർക്കറ്റാ അങ്ങനെ? അല്ല, ലേഡീസ് ആണല്ലോ ഇങ്ങനത്തെ സാധനങ്ങൾ കൂടുതൽ വാങ്ങുക. നമ്മൾ പോയാൽ ഷൂയും ഷോക്സും ഡ്രസ്സും ഇനി വലിയ ആളാണെന്നാണ് ഇവനെ നോക്കണ്ടേട്ടാ, ഇവനിങ്ങനെ തന്നെയാ സംഭവം. അടിപൊളിയാ, അടിപൊളി മച്ച, അടിപൊളി മച്ച മച്ച മച്ചു എൻ്റെ ഓള്. ആ സ്നേഹടാ, ഓളോടുള്ള സ്നേഹം മൊത്തം. അല്ല അവള് കണ്ടവാ വീഡിയോയിൽ, അവള് കണ്ട, അവള് പറയൂലേ ബാഗൊന്നും കൊണ്ടേ കൊടുത്തില്ല. ഓ ഇവിടെയൊക്കെ ഒരുപാട് ഡ്രസ്സ് ഉണ്ട് കേട്ടാ, പൊടി. ഇല്ല ജെൻസിൻ്റെ ഇഞ്ചെല്ലാം വിറ്റിട്ട് എന്താക്കാനാ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അയ്യോ വേറെണ്ടാ, ശ്രദ്ധിക്കണേ. ബാഗ്, ഡ്രസ്സ്, ചെരുപ്പ്, ഒരുപാട് ഐറ്റംസുകളുണ്ട് കേട്ടോ. ഈവനിങ്ങിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ, അല്ല നോമ്പിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സാധനം എക്സ്പ്ലോർ ചെയ്യാൻ മാത്രമുണ്ട്. ചീപ്പ് റേറ്റിൽ സാധനം കിട്ടുന്നത്. അനക്ക് മടുക്കുന്നുണ്ട്, ഞാൻ നോമ്പെടുത്ത്. ഇനി നോമ്പെടുക്കാത്ത എനിക്ക് മടുക്കുന്നില്ല. എവിടെ തിരിഞ്ഞാലും തന്നെ അല്ലേ കഫേ ബേക്കറി. അടാ അല്ല, ഉസ്മാൻ ബിസ്ക്കറ്റും ഇതെല്ലാം കിട്ടുന്ന കഫേ അത് നിമ്ര കഫേ ആൻഡ് ബേക്കറി. നമ്മളിതിന് വേണേ വീഡിയോ എടുത്തിക്കില്ല. സുൽത്താൻ പബ്ലിക് എന്തല്ലേ, പലതരം ഡ്രസ്സ്, മാലകൾ, വളകൾ, എന്ത് വേണ്ടെന്നുണ്ടെങ്കിലും. ഫർദൻ്റെ എല്ലാം വീഡിയോ ഞാൻ എടുത്ത 50 റുപ്യ ഫിക്സ്ഡ് റേറ്റ്. അയ്യോ ഫേമസ് ഷുഗർ ബീൻ ജ്യൂസ്. ചിലതെല്ലാം വെച്ചേനെ കാണാൻ നല്ല രസമുണ്ടല്ലേ. വൻ മാർക്കറ്റാണല്ലോ, തീരാത്തല്ലേ. ഒരു രക്ഷയില്ല കേട്ടോ, ഇവിടെ കിട്ടാത്ത സാധനങ്ങളില്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ വൻ സാധനങ്ങളല്ലേ. അതിൻ്റെ അകത്ത് നമ്മളെ ഇതുണ്ട് കേട്ടോ, ജ്യൂസ് സെൻറ്ററിൽ. ആടെ എല്ലാം കൊണ്ട് വേറെ ഏതൊരു സ്പോട്ട് പറയുന്നുണ്ട് ഇവരെ തന്നെ. ആടെ ഭയങ്കര ക്വാളിറ്റിയാണ് അവർ. നമ്മളെ അതിൻ്റെ പേരെൻ്റെ പറഞ്ഞു, നമ്മളെ ബെറീസ് ഇട്ടിട്ടുള്ള ക്രീമൊക്കെ ഇട്ടിട്ട്. ഇതാ ജ്യൂസ് സെൻറ്റർ, ഇതറിയപ്പെട്ടതാ. ആടെ ഉണ്ടാവല്ലോ ഷുഹൂദ് മലൈ. ഷാഹൂദ് മലൈ. യെസ്, മാംഗോ. ഇത് നൈസാ, നോമ്പറന്നിട്ട് എടുക്കാം. എന്താ എടാ ഇങ്ങോട്ട് നിജുമേ. ഫുഡ് ഐറ്റംസ് ഒക്കെ കുറേ ഉണ്ട് കേട്ടോ. വാവ്, എൻ്റെ മോനെ അതിൻ്റെ ഉള്ളിൽ സീനാണല്ലോ, അതിൻ്റെ ഉള്ളിൽ സീനാണല്ലോ. വിസിറ്റേഴ്സ് ഉണ്ടല്ലോ അവിടെ. കയറിയാലോ. അതന്നെ വിസിറ്റേഴ്സിനോടല്ലോ ക്യാമറ കൊടുക്കാൻ പറ്റുള്ളൂ. ക്യാമറ ക്ലോസ് ചെയ്യണം.
ക്യാമറ ഓഫ് ആക്കണ ഇതന്നെ ആയിരിക്കില്ല പള്ളി മക്കാപ്പള്ളി. അങ്ങനെ മക്ക മസ്ജിദിൽ കയറാനാവാതെ ഞാനും നിജവും ക്യാമറ ഉണ്ടെങ്കിൽ മക്ക മസ്ജിദിൽ കയറ്റൂല. അത് പ്രശ്നമാവില്ല. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് 10 ലക്ഷം ഉറുപ്പിൻ്റെ ക്യാമറയാണ്. നമ്മൾ ക്യാമറ വീഡിയോ എടുക്കാണ്ട് പോരെ. എന്തായാലും വേണ്ടില്ല, നമുക്ക് ഏതെങ്കിലും ഷോപ്പിൽ കയറി നമുക്ക് തുറക്കാം. ഇപ്പോൾ ക്യാമറ യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് കേട്ടുന്നില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ Insta60 വാങ്ങിച്ചിട്ട് ആദ്യമായിട്ട് ആ ക്യാമറ കൊണ്ടിട്ട് ഒരു സ്ഥലത്ത് കയറ്റാത്തത് അതുകൂടി ആയിരിക്കും. എന്തായാലും ക്യാമറ കൊണ്ടിട്ട് പള്ളിയിലോട്ട് കയറാൻ പറ്റില്ല എന്ന് മനസ്സിലായി. പിന്നെ അടുത്ത സ്ട്രീറ്റ് ഫുഡൊക്കെ ഒന്ന് നോക്കി കണ്ട് അതിൻ്റെ തൊട്ടപ്പുറം തന്നെ ഒരു പള്ളിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അങ്ങോട്ട് പോയി. ഇടുത്തൊരു നോമ്പ് വേറെ ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. വേറൊന്നുമല്ല, അവരവർ കൊണ്ടുവരുന്ന ഫുഡ് വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ നോമ്പ് തുറക്കുന്നത്. ഇവിടെ ബാങ്കെല്ലാം കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഒരു സൈറൻ മുഴങ്ങും. അത് കേട്ട പിന്നെ ഒന്നും നോക്കണ്ട, നോമ്പങ്ങ് തുറന്നാൽ മതി. ആ ഒരു സൈറനൊക്കെ മുഴങ്ങിയതിന് ശേഷമാണ് ഇവിടെ ബാങ്കൊക്കെ കൊടുക്കുക കേട്ടോ. പിന്നെ പുറത്തോട്ട് കയറി കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും കാണുമ്പോൾ തന്നെ ദൈവടക്ക് വഴി കിട്ടും. 30 ഉറുപ്പിയാണ് ഇനി ചാർജ് ചെയ്യുന്നത്. അപ്പോഴൊക്കെ നമ്മൾ ചാർമിനാറിൻ്റെ ലൈറ്റൊക്കെ വന്നിട്ട് ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ നേരെ നോമ്പ് വന്നിട്ട് പോയത് നിമ്രയിലോട്ടേക്കാണ്. ഈടിപ്പോൾ എന്താ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ചായയും ഉസ്മാനിയ ബിസ്ക്കറ്റെല്ലാം ഭയങ്കര അറിയപ്പെട്ടതാണ്. ഇതിവിടെ അറിയപ്പെട്ട കേട്ടോ മസ്ക ബന്ന് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഉള്ളിൽ ഫുൾ ആ ക്രീമൊക്കെ ആയിട്ട് സംഭവം നൈസാണ്. പിന്നെ പോയത് ഈ ഒരു മിലാൻ ജ്യൂസ് സെൻറ്ററിലോട്ടേക്കാണ്. ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഡെസേർട്ടുകൾ കാണാൻ പറ്റും. നോമ്പായതുകൊണ്ട് തന്നെ നമ്മൾ ഷഹദൂർ മലായി മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഭയങ്കര ഹൈപ്പാണ്, പക്ഷെ ഇത് കഴിച്ചതിന് അത്ര വലിയ ടേസ്റ്റ് നമുക്ക് തോന്നിയില്ല. എന്തായാലും ചാർമിനാറിന് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇട്ടത്. ഇപ്പം നമ്മളുള്ളത് അൽ അക്ബർ ഫാസ്റ്റ് ഫുഡ് കോർണറിലാട്ടാ. ഇവിടുത്തെ ചിക്കൻ 65 റുമാനി എല്ലാം കൂട്ടി കഴിക്കാൻ ഭയങ്കര രസമാണെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഇത് കാണുന്ന ഹൈപ്പൊന്നും ഇല്ല. ഇത് കയ്യിലോട്ട് കയറുന്നത് തന്നെ ഒരു ഭയങ്കര കളറും കാര്യങ്ങളും ഉണ്ട്. എനിക്ക് തോന്നുന്നു മസാലയിൽ നല്ല കളറിൽ ഇടുന്നത്. ഇനി കഴിക്കാൻ പോകുന്നതാ ഇവിടുത്തെ ഹലീം. അത് നോമ്പിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും കൗണ്ടറിലൊക്കെ കാണാൻ പറ്റും ഹലീമിൻ്റെ. അതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും രാത്രിയിലാകുമ്പോഴത്തേക്ക് ഒടുക്കത്തെ തിരക്കുകൾ കാണുന്നില്ല. ഫുള്ള് ജനതൂടാ. പിന്നെ നമ്മൾ അജുഫാൻ്റെ ഔട്ട്ലെറ്റ് ഒക്കെ ഇതിനുള്ളിൽ ഉണ്ട് കേട്ടോ. ഇത് കണ്ടതിന് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ നേരെ പോയത് ഷതാബിലാണ്. രാത്രി ഫുഡൊന്നും കഴിക്കാനില്ലാത്തതുകൊണ്ട് ഇവിടുന്ന് ഒരു മട്ടൻ ഹൈദരാബാദി ബിരിയാണി വാങ്ങാമെന്ന് വിചാരിച്ചത്. ആയിക്കോട്ടെ, പൈസ കൊടുക്കണ്ട, വാങ്ങിച്ചെടുക്കണ്ട. അങ്ങോട്ടേ
अरे दोनों ले लो। 16